ഹായ് ഇന്നാട്ടോ ദേവുവിൻ്റെ കല്യാണം. അപ്പോൾ രാവിലെ തന്നെ ഒരുങ്ങിയൊക്കെ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഋതുവിൻ്റെ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ 11 മണിയായി. എപ്പം എത്തുമെന്ന് അറിയത്തില്ല. ഋതുവിൻ്റെ രാവിലെ എന്തൊരു നിർബന്ധമായിരുന്നു അല്ലേ? 11 മണിയായി. കല്യാണം എപ്പോഴായിരുന്നു എന്തോ. നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് കല്യാണം കഴിയുമോ? കല്യാണത്തിന് മുന്നെങ്കിൽ അവിടെ എത്തണം എന്ന് കരുതി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടി നിൽക്കുകയായിരുന്നേ. അപ്പോൾ ഋതുട്ടൻ പിന്നെയും ഭയങ്കര ബഹളമൊക്കെ ആയതുകൊണ്ട് പിന്നെ അച്ഛൻ സമയം പോയാലോ എന്ന് കരുതി അച്ഛൻ അങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളും പിന്നെ ഇറങ്ങി. അമ്മ പിന്നെ രാവിലെ കല്യാണത്തിന് ഇന്ന് വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് വല്യമ്മച്ചിൻ്റെ അടുത്ത് ഇരിക്കണം. അതുകൊണ്ട് അമ്മ അങ്ങോട്ട് രാവിലെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മുന്നിയൊക്കെ ഇന്നലെ അങ്ങോട്ടൊക്കെ പോയായിരുന്നു, മുന്നി അനിയും കൂടെ. അവരിപ്പോൾ അവിടെ നിന്ന് വരും കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഓഡിറ്റോറിയത്തിലെത്തി. ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചോണ്ട് നിന്നപ്പോഴത്തേക്ക് ഇതാ അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഏത്തയ്ക്കാപ്പവും മറ്റേ പരിപ്പുവടയോ അങ്ങനെ എന്തൊക്കെയോ സ്നാക്സ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വെൽക്കം ഡ്രിങ്കിൻ്റെ കൂടെ. പക്ഷെ ഞാൻ ഏത്തയ്ക്കപ്പം ആരൊക്കെ കഴിക്കുന്നത് കണ്ടു, പക്ഷെ എനിക്കത് വേണമെന്നില്ലായിരുന്നു. പരിപ്പട ഉണ്ടെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ അവിടുന്ന് വെള്ളം കുടിച്ചിട്ട് പെട്ടെന്ന് മുകളിലോട്ട് പോവുക കേട്ടോ. ടൈമിംഗ് ആയിരുന്നു കേട്ടോ. കറക്റ്റ് സമയത്താണ് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇതാ കല്യാണത്തിൻ്റെ ഒക്കെ ആരംഭങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും കെട്ട് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ലായിരുന്നു കേട്ടോ, കാരണം അത്രയ്ക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓഡിറ്റോറിയം നമ്മുടെ വീടിനടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അധികം ദൂരം ഇല്ലാത്തതുകൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ എത്തുമെന്ന്. അങ്ങനെ എന്താ ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റൊന്നും കിട്ടില്ല, ഫുൾ ആളായിരുന്നു കേട്ടോ. ഞങ്ങൾ ബാക്കിൽ നിന്നൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് എന്താ ഓരോരുത്തരും വന്ന് ഋതുവിനെ എടുക്കാൻ വരുന്നുണ്ട്, കാരണം നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കല്യാണം ആയതുകൊണ്ട് എല്ലാവരും വരുമല്ലോ. അങ്ങനെ എല്ലാവരും വന്ന് ഋതുവിനെ എടുക്കാൻ. ഋതു കരച്ചിലും ബഹളവും, പിന്നെ പേടിച്ച് ആരുടെ കയ്യിലും പോകുന്നില്ല, കുഞ്ഞൻ്റെ കയ്യിൽ പോലും പോകുന്നില്ല. അതാണ് ഇതിലെല്ലാം ഒരു വല്ലാത്തൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം കേട്ടോ. അങ്ങനെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഋതുവിനെ കൊണ്ട് നടക്കുകയാണ്. ഇവിടെ ആദ്യകൂട്ടനും വേറെ ആരുടെയും കയ്യിൽ പോകുന്നില്ല, കുഞ്ഞൻ്റെ കയ്യിൽ എങ്ങനെ പോയെന്ന് മാത്രം അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ എല്ലാവരുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഇടയ്ക്ക് വെച്ച് ഋതു പിന്നെ കരച്ചിൽ തുടങ്ങി. പിന്നെ ഞാൻ പെട്ടെന്ന് അവളെ കൊണ്ടുപോയി ഫീഡ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഇതാ നമ്മൾ അവിടെ കൊണ്ടുപോയി ഫീഡ് ചെയ്തിട്ട് പിന്നെ പെണ്ണും ചെറുക്കനുമായിട്ടൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറേ നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങളിതാ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ. ഋതുട്ടന് ആദ്യം തന്നെ ഞാൻ അതിനകത്ത് ഇരുന്നൊരു പഴം ഞെരടി അങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം അവൾ അതെങ്കിലും കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന്. എന്തായാലും ഭാഗ്യത്തിന് ആ ഒരു പഴം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ചോറൊക്കെ ഞെരടി കൊടുത്തെങ്കിലും ആളങ്ങോട്ട് കഴിക്കുന്നില്ല. പിന്നെ അങ്ങോട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങി. ബഹളമായിരുന്നു ഋതു. അവിടെ നിന്ന് ഞാൻ എങ്ങനെയൊക്കെയാണ് ഫുഡ് കഴിച്ചതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ആദ്യമായിട്ടാട്ടോ ഋതു ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. എനിക്കൊന്ന് എല്ലാവരെയൊക്കെ കണ്ടുകൊണ്ടൊക്കെ ആയിരിക്കും. അവൾ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. എനിക്കതുകൊണ്ട് അവൾ കരയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് ടെൻഷൻ ആവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഫുഡ് ഞാൻ ആസ്വദിച്ച് കഴിച്ചതേ ഇല്ല. അതിനകത്തുള്ള കറികൾ പോലും, അതിനകത്ത് ഇത്രയും കറികളുണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴാട്ടോ എനിക്ക് മനസ്സിലാവുന്നത് തന്നെ. പായസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ പായസം മാത്രം തൊട്ട് അവളുടെ നാക്കിൽ ചെറുതായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, അവളുടെ കരച്ചിലൊന്ന് മാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെട്ടെന്ന് വാരി കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പോകുന്ന വഴിക്ക് ഇതാ അവളുടെ ഉടുപ്പൊക്കെ ഊരി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ചൂട് നമ്മക്കേ സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ കുഞ്ഞിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഋതു പിടിച്ച് വലിച്ചു പറിക്കാൻ ഞാൻ നിന്റെ ഭാഗ്യം. 2 തവണ ഋതു ഈ കതിര് വേദനയുണ്ട്. അവള് ആകെ മൂടൊക്കെയായിരുന്നു. ഇപ്പം അവൾക്ക് ഒരു കുഴപ്പമില്ല, അനങ്ങാതിരിക്കുന്ന. എന്തൊരു ബഹളമായിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഋതു ഓക്കെ ആയി. എനിക്ക് അന്നേരം ഒരു സമാധാനമായത്. പിന്നെ അവൾ അങ്ങനെ വലിയ നിർബന്ധം കാണിക്കുന്നില്ല, പക്ഷേ അങ്ങനെ എല്ലാവരുടെയും കയ്യിലൊന്നും പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് മുന്നേ കൊണ്ടുവന്നതായിട്ടോ, ആദ്യകുട്ടനെ വാങ്ങിച്ചായിരുന്നു. അവ ഉപയോഗിക്കുന്നില്ല എന്ന് കരുതിയിട്ട് അവിടെ ഇരുന്നതാണ്. അതായത് കോംബോ ആയിട്ട് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു സെറ്റ് അവളെ എടുത്തുകൊണ്ട് വന്നതായിട്ടോ. ഋതുവിന് ഫുഡ് എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ കൊടുക്കാമെന്ന് കരുതിയിട്ട്. പിന്നെ ഇത് അവളുടെ ചെവിയിലിരിക്കുന്ന സാധനം ഞങ്ങൾ ഇപ്പം വാങ്ങിച്ചാട്ടോ. അതായത് ഇങ്ങോട്ടാണ് ഓർഡർ ചെയ്തത്. ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് ഋതുവിനും കൊണ്ട് പോകാൻ പറ്റത്തില്ല.
പറ്റത്തില്ലല്ലോ. അപ്പം ചെറിയൊരു പ്രൊട്ടക്ഷനെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിയിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇതാ എൻ്റെ സാരിയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇത് അടുക്കള കാണാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പം ഋതുവിന് കുറച്ച് കുറുക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാട്ടോ പോകുന്നത്. അപ്പം കുഞ്ഞൻ കാർ എടുത്തില്ല, വിജേഷിൻ്റെ കാറിലാട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത്. ഇവിടെ ആദിക്കുട്ടനും ഋതുക്കുട്ടനും കൂടെ ആണെങ്കിൽ ഭയങ്കര കളിയും ചിരിയും ബഹളവും ഒക്കെയാണ്. രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിലടിയും ഡാൻസ് കളിയൊക്കെയാണ്. വണ്ടിയിൽ നല്ല പാട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് രണ്ടുപേരും തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ ഋതു ആണെങ്കിൽ ആദിക്കുട്ടനെ നുള്ളലും പിച്ചലും ഒക്കെ ഉണ്ട് കേട്ടോ. അവനാണെങ്കിൽ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇവളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവനായിട്ട് 2 തട്ടൊക്കെ തട്ടുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ അടുക്കള കാണാൻ വേണ്ടി അവരുടെ വീട്ടിൽ എത്തി കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുക്കള കാണണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കയറി അടുക്കള മാത്രം കണ്ടിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അമ്മയൊക്കെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ തിരിച്ചു. പിന്നെ ബാക്കിയുള്ള ഫംഗ്ഷനൊക്കെ നടക്കുന്നത് ഓഡിറ്റോറിയത്തിലാണ്. നന്ദി, നമസ്കാരം. ഞാനിവിടെ തിരക്കിലാന്ന് അറിഞ്ഞു കൊടുക്കുന്നു. എന്താ അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയട്ടെ, എൻ്റെ സൗണ്ട് നല്ല രീതിയിൽ അടഞ്ഞിരിക്കുക, പനിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എന്തായാലും വോയിസ് ഓവറിൽ കാണും. നിങ്ങളൊന്ന് ക്ഷമിക്കുക. ചില ആൾക്കാരുണ്ട് മനസ്സിലാക്കിയാലും വന്നിങ്ങനെ പറയും, എന്തോ ഇങ്ങനെ സംസാരിക്കുന്നത് എങ്ങനെ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ആ ഒരു സൗണ്ടിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ വന്നതിന് ശേഷം നമുക്ക് അകത്ത് സീറ്റ് കിട്ടിയില്ല. ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് ആ പെങ്കൊച്ചിൻ്റെ കേക്ക് മുറിയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങിയിരിക്കുകയായിരുന്നേ. പിന്നെ ഋതുട്ടന് ആദ്യം തന്നെ എന്തെങ്കിലും കൊടുക്കാമെന്ന് കരുതി അങ്ങനെ കുറുക്കുണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അത് ഞാൻ പിന്നെ അവിടെ ഇരുന്ന് ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആദിക്കുട്ടനാണെങ്കിൽ കുഞ്ഞിൻ്റെ സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ അതും കൊണ്ട് അവിടെ എല്ലാം നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കുറേ പേരെ കാണാൻ പറ്റി കേട്ടോ. നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രത്തോളം സന്തോഷമുണ്ട് കേട്ടോ. ഓരോരുത്തരും വന്ന് നമ്മുടെ അടുത്ത് നമ്മളെ അറിയാലോ എന്ന് പറഞ്ഞിട്ട് കാര്യം പറയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ അവിടെ ചെന്നപ്പോഴും അവിടെയും നമ്മളെ അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഫുഡ് അടിയൊക്കെ ആൾക്കാരെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ 2ാമത് സ്ഥലം കിട്ടിയപ്പോൾ കയറിയിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. വിശപ്പും പിന്നെ ആദ്യമേ എന്തോ ബീഫ് സ്റ്റൂവോ എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബിരിയാണി, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ, ഐസ്ക്രീം, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നന്നായിട്ട് ലവിഷായിട്ട് ഫുഡ് അടിച്ചു. പിന്നെ അമ്മ അപ്പോഴത്തേക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഋതുവിനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ നേരത്ത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആൾ അമ്മയുടെ കയ്യിലിരുന്ന് നന്നായിട്ട് ഉറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ബഹളമൊക്കെ വെച്ചു കേട്ടോ ആൾ. അപ്പോഴത്തേക്ക് അമ്മ ഞങ്ങൾ കഴിച്ചോട്ടെ എന്നും പറഞ്ഞ് എടുത്തിട്ട് പോയാണ്. ഞാൻ അമ്മയുടെ അടുത്ത് അവൾ ഇരിക്കുമെന്ന് തന്നെ എനിക്ക് ഒരു ഇതും ഇല്ലായിരുന്നു. കാരണം അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. അമ്മയുടെ കയ്യിലും പോകുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇറങ്ങാൻ പോവാ കേട്ടോ. പിന്നെ അമ്മയും മുന്നിയും അനുവൊക്കെ കൂടെ അവർ എറണാകുളത്തോട്ട് പോവുകയാണ് ഇതുവഴി തന്നെ. ഇനി വീട്ടിലോട്ട് വരുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ വെച്ച് തന്നെ ടാറ്റയൊക്കെ പറഞ്ഞ് അവർ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് പിറകെ ഞങ്ങളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലോട്ട്. ഋതുട്ടനാണെങ്കിൽ ഇങ്ങനെ അച്ഛൻ്റെ കയ്യിൽ പനങ്ങാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ടിരുന്ന ബാഗിൻ്റെ ലിങ്ക് കൂടെ കൊടുത്തേക്കാം കേട്ടോ. അടിപൊളി ബാഗാണ്. ഞാൻ ഇപ്പോൾ കല്യാണത്തിന് വരാൻ വേണ്ടി മാത്രം വാങ്ങിച്ച കേട്ടോ ചെറുത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ.